24 മണിക്കൂറും സേവനം ഉറപ്പിച്ച് ഉപ്പുതറ സർക്കാർ ആശുപത്രി. ഡോക്ടർമാരുടെ കുറവ് പരിഹരിച്ചതോടെയാണ് സേവനം ഉറപ്പായത്. സിവിൽ സർജൻ ഉൾപ്പെടെ 7 ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ഹൈറേഞ്ചിലെ പ്രധാന ആശുപത്രിയായ ഉപ്പുതറ CHCയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിച്ചു. സിവിൽ സർജൻ ഉൾപ്പെടെ 7 ഡോക്ടർമാരുടെ സേവനമാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. 2 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ കൂടി ചൊവ്വാഴ്ച ചാർജ് എടുത്തതോടെ ആശുപത്രി സേവനത്തിന്റെ പ്രൗഢിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. 500-ലധികം രോഗികളാണ് ദിവസവും OPയിലെത്തുന്നത്. 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാണ്. തോട്ടം ആദിവാസി മേഖലകളിലെ മെഡിക്കൽ ക്യാമ്പുകളും പാലിയേറ്റീവ് പ്രവർത്തനവും ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. ഹൈറേഞ്ചിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയാണ് ഉപ്പുതറ. പടിപടിയായി ഉയർന്ന ആശുപത്രിയുടെ ബ്ലോക്ക് CHC പദവി 2024 ഒക്ടോബറിൽ നഷ്ടമായിരുന്നു. ഇതോടെ സിവിൽ സർജൻ സ്ഥലം വാങ്ങിപ്പോയി. പിന്നീട് കിടത്തി ചികിത്സയും നൽകി. രാവിലെ മുതൽ ഉച്ചവരെ OP മാത്രമായി ആശുപത്രിയുടെ പ്രവർത്തനം ചുരുങ്ങി. PRO, ഹെൽത്ത് സൂപ്പർവൈസർ എന്നിവരെ പുറ്റടി CHCയിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് രാപ്പകൽ സമരം ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത്. ബ്ലോക്ക് CHC പദവി നഷ്ടമാക്കിയ ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. പിന്നീട് 1 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായി സിവിൽ സർജനെ നിയമിച്ചു. 3 താൽക്കാലിക ഡോക്ടർമാരെ ബ്ലോക്ക് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് നിയമിച്ചു. മെഡിക്കൽ ഓഫീസറുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായി 1 മാസത്തിനകം ഈവനിംഗ് OPയും തുടർന്ന് കിടത്തി ചികിത്സയും തുടങ്ങി. പൂട്ടിക്കിടന്ന തോട്ടങ്ങളിലെയും കണ്ണമ്പടി ആദിവാസി മേഖലയിലെയും പാവപ്പെട്ടവർക്ക് ഇത് വലിയ അനുഗ്രഹമായി. മറ്റു ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോണിന്റെ നേതൃത്വത്തിൽ തുടർന്നും ശ്രമം നടത്തി. ഇതിന്റെ ഫലമായാണ് ഫിസീഷ്യനും പീഡിയാട്രിഷ്യനും ചാർജ് എടുത്തിരിക്കുന്നത്. ആംബുലൻസ് ഡ്രൈവർ, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ഇൻസ്പെക്ടർ, JJ ഉൾപ്പെടെ ഏതാനും ജീവനക്കാരുടെയും കുറവുണ്ട്. എക്സ്റേ യൂണിറ്റിന് ഉപകരണങ്ങൾ വാങ്ങണം. ബെഡ്ഷീറ്റ്, വീൽ ചെയർ എന്നിവയുടെയും കുറവുണ്ട്. പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇവയെല്ലാം ലഭ്യമാക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. നിലവിലുള്ള ഭൗതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടത്തുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി മോഹൻ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.